ഇന്ന് നമ്മൾ SSLC മാത്സിലെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന പാഠത്തിലെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു പാർട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്പർ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലംസ് ബിലോ കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി ആസ് എ ഫ്രാക്ഷൻ ആൻഡ് ദെൻ റൈറ്റ് ഇറ്റ് ഇൻ ഡെസിമൽ ഫോം ആൻഡ് ആസ് എ പെർസെൻറ്റ്. താഴെ തന്നിരിക്കുന്ന ഓരോ ചോദ്യങ്ങളുടെയും ആൻസർ പ്രോബബിലിറ്റി ഫ്രാക്ഷണലായിട്ട് എഴുതുക, ഡെസിമൽ ഫോമിൽ എഴുതുക, പെർസെൻറ്റേജ് ഫോമിൽ എഴുതുക. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പോൾ എന്താണ് ചോദ്യം? ഇഫ് വൺ നമ്പർ ഫ്രം 1, 2, 3, etc., 10 is chosen, what is the probability that it is a prime number? 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൽ ഒരു നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ആണെന്ന്. സോ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ്, അതിൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ് അല്ലേ? ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 10 നമ്പേഴ്സാണ്. ഇനി നമ്മളോട് ചോദിക്കുന്നത് പ്രൈം നമ്പർ കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പോൾ 1നും 10നും ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 10. 1നും 10നും ഇടയിൽ ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണുള്ളത്? നമുക്കറിയാം 2 ഒരു പ്രൈം നമ്പറാണ്, 3 ഒരു പ്രൈം നമ്പറാണ്, 5 ഒരു പ്രൈം നമ്പറാണ്, 7 ഒരു പ്രൈം നമ്പറാണ്. നമ്പേഴ്സ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ 1 ഒരു പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. സോ നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ട. പിന്നെ 2 മുതൽ നോക്കുമ്പോൾ 2 എന്തുകൊണ്ടാണ് പ്രൈം നമ്പർ ആയത്? കാരണം 2ന് ഒരു മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. നാച്ചുറൽ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുകയാണെങ്കിൽ 2 × 1 എന്നൊരു മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ് 2ന് പോസിബിൾ ആയിട്ടുള്ളത്. ഇതിലൊരു പ്രൈം നമ്പർ അല്ലാത്ത ഒരു നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 പ്രൈം നമ്പർ അല്ല. അതെന്തുകൊണ്ടാണ്? 4ന് 2 മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. 4 × 1ഉം പോസിബിൾ ആണ്, 2 × 2ഉം പോസിബിൾ ആണ്. സോ അതുകൊണ്ടാണ് 4 ഒരു പ്രൈം നമ്പർ ആവാതിരുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളത് പ്രൈം നമ്പേഴ്സ് അല്ല, ഒരൊറ്റ ഫാക്ടർ മാത്രം ഉള്ളതിനെ പ്രൈം നമ്പർ എന്ന് പറയും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പോൾ 1 മുതൽ 1നും 10നും ഇടയിൽ ഇത്രയും പ്രൈം നമ്പേഴ്സ് ആണുള്ളത്, അഥവാ 4 പ്രൈം നമ്പേഴ്സ് ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ ടോട്ടൽ 10 നമ്പേഴ്സ് ആണുള്ളത്, 4 പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ എത്രയാണ്? 4 നമ്പേഴ്സ് ഉണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ 10 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ 4/10 ആയിരിക്കും. ഇതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് 2/5 എന്ന് നമുക്ക് എഴുതാം. 4ന് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2, 10ന് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 5. ആ രീതിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ ഫോമിൽ എഴുതി. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡെസിമൽ ഫോമിലും എഴുതണം, പെർസെൻറ്റേജ് ഫോമിലും എഴുതണം. അപ്പോൾ ഡെസിമൽ ഫോമിൽ എഴുതാൻ വേണ്ടി നമ്മൾ 2 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. ഇതിനെ നമ്മൾ ഡിവിഷൻ നടത്തുക. 2/5 എന്ന് പറയുമ്പം 2 / 5 ആണല്ലോ. അപ്പോൾ നമ്മളത് ചെയ്യുക. ഇപ്പോൾ 2ൽ 5 പോവില്ല. സോ നമ്മളിവിടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കുത്തിടണം. ഇനി 20ൽ 5 എത്ര വട്ടം പോകും? 4 തവണ പോകും. 4, 5, 20, റിമൈൻഡർ 0 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 0.4. ഇപ്പോൾ ഡെസിമലിലെ ആൻസർ 0.4. ഇനി പെർസെൻറ്റേജിലും കൂടി എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ പെർസെൻറ്റേജിൽ പറയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെസിമലിലുള്ള ആൻസറിനെ ഇൻറ്റു 100 ചെയ്താൽ മതി. 100 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നത്? 40%. 0.4 × 100 എന്ന് പറയുമ്പോൾ 40. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് വൺ നമ്പർ ഫ്രം 1, 2, 3, etc., 100 is chosen, what is the probability that it is a 2-digit number? 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൽ ഒരു നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു 2-digit നമ്പർ ആവാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ടോട്ടൽ 100 നമ്പേഴ്സാണ് ഉള്ളത് അല്ലേ? 1ഉം 100ഉം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ടോട്ടൽ 100 നമ്പേഴ്സാണ് ഉള്ളത്. ഇനി ഇതിൽ 2-digit നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് 2-digit അല്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 മുതൽ 99 വരെ 2-digit ആണ്. 100 ഒരു 3-digit നമ്പറാണ്. അപ്പോൾ 100ഉം വരില്ല.
അപ്പോൾ 1 മുതൽ 9 വരെയും വരില്ല, 100ഉം വരില്ല. അപ്പോൾ ബാക്കി വരുന്നത് 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും 2 ഡിജിറ്റ് നമ്പേഴ്സ്. 10 മുതൽ 99 എന്ന് പറയുമ്പം എത്ര നമ്പേഴ്സ് ഉണ്ട് അത് കണ്ടുപിടിക്കാൻ ഇത്ര മാത്രം ചെയ്താൽ മതി. ലാസ്റ്റ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുക, +1 ചെയ്യുക. അപ്പോൾ 99 - 10 89 +1 90 ആയിരിക്കും ആൻസർ. അപ്പോൾ 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സാണ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഇപ്പോൾ 90 എണ്ണം ഉണ്ട്. ഓക്കെ, ടോട്ടൽ 100 നമ്പേഴ്സ് ഉണ്ട്, 2 ഡിജിറ്റ് നമ്പർ 90 എണ്ണം ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റി ഞാൻ പ്രോബ് എഴുതുന്നുണ്ട് കേട്ടോ, എഴുതുമ്പോൾ കുറച്ച് ലെങ്ത് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 2 ഡിജിറ്റ് നമ്പർ എന്തായിരിക്കും? ടോട്ടൽ 100 നമ്പേഴ്സ് ഉണ്ട്, അതിൽ 90 എണ്ണമാണ് 2 ഡിജിറ്റ്. സോ 90/100 എന്നാണ് വരിക. ഇതിൽ 0 കട്ടായി കഴിഞ്ഞാൽ 9/10 എന്ന് ആൻസർ കിട്ടും. ഇനി അപ്പോൾ ഇത് ഫ്രാക്ഷൻ ഫോമിലായിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡെസിമൽ ഫോമിലും പെർസെൻറ്റേജ് ഫോമിലും എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 9/10 ചെയ്യുക. 9ൽ 10 പോവില്ല, സോ നമ്മൾ ഒരു 0 കൂടി ഇടുന്നു, അപ്പോൾ ഇവിടെ ഒരു കുത്തിടണം. 90ൽ എത്ര 10 പോകും? 9. 9 10 എന്ന് പറയുന്നത് 90 ആണ്. ഇപ്പോൾ റിമൈൻഡർ 0. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.9. ഇപ്പോൾ ഡെസിമലിലുള്ള ആൻസർ 0.9. ഇനി പെർസെൻറ്റേജിലാക്കാൻ 0.9 × 100 ചെയ്യുക. അപ്പോൾ 0.9 × 100 അഥവാ 90% ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം, എവരി 3 ഡിജിറ്റ് നമ്പർ ഇസ് റിട്ടേൺ ഇൻ എ സ്ലിപ്പ് ഓഫ് പേപ്പർ ആൻഡ് ഓൾ ദ സ്ലിപ്സ് ആർ പുട്ട് ഇൻ എ ബോക്സ്. എല്ലാ 3 അക്ക സംഖ്യകളും ഓരോ പേപ്പർ സ്ലിപ്പുകളിലായിട്ട് എഴുതിയിട്ട് ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇഫ് 1 സ്ലിപ്പ് ഈസ് ഡ്രോൺ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പാലിൻഡ്രോം? അതിൽ നിന്ന് ഒരു പേപ്പർ സ്ലിപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു പാലിൻഡ്രോം ആവാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പാലിൻഡ്രോം നമ്പേഴ്സ് എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. പാലിൻഡ്രോം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മൾ മലയാളം എന്ന് ഇംഗ്ലീഷിൽ എഴുതില്ലേ, അഥവാ മലയാളം, ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇതൊരു പാലിൻഡ്രോം ആണ്. എന്തുകൊണ്ട്? മലയാളം എന്ന് നമ്മൾ ഇങ്ങോട്ട് വായിച്ചാലും മലയാളമാണ്, ഇങ്ങോട്ട് വായിച്ചാലും മലയാളമാണ്. മലയാളം മലയാളം അല്ലേ? അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിച്ചാലും മലയാളമാണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും മലയാളമാണ്. അപ്പം ഇങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ പാലിൻഡ്രോം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ 11 എന്ന് പറയുന്ന നമ്പർ, ഇത് അങ്ങോട്ട് വായിച്ചാലും 11 ആണ്, ഇങ്ങോട്ട് വായിച്ചാലും 11 ആണ്. അതുപോലെ ഇപ്പം 22, അങ്ങോട്ട് വായിച്ചാലും 22, ഇങ്ങോട്ട് വായിച്ചാലും 22. അപ്പം ഇങ്ങനത്തെ നമ്പേഴ്സിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവത്തിനെയാണ് നമ്മൾ പാലിൻഡ്രോം എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 100 മുതൽ 999 വരെയാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ് വരിക. 1000 ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. ഇത്രയും നമ്പേഴ്സാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ് വരിക. അപ്പോൾ ആദ്യം തന്നെ ടോട്ടൽ എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട് എന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പോൾ 100 മുതൽ 999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 999 - 100 +1 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും 899 + 1, അഥവാ 900 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്നും പാലിൻഡ്രോം നമ്പേഴ്സ് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. 100നും 999നും ഇടയിലുള്ള പാലിൻഡ്രോം നമ്പേഴ്സാണ് നമ്മൾ നോക്കുന്നത് അല്ലേ? അപ്പോൾ 100നും 999നും ഇടയിലുള്ള പാലിൻഡ്രോം നമ്പേഴ്സ്. അപ്പം 100നും 999നും ഇടയിൽ എന്ന് പറയുമ്പോൾ 100 ഒരു പാലിൻഡ്രോം നമ്പർ അല്ല. നമുക്ക് തുടക്കത്തിൽ തന്നെ എടുക്കാം. 100 ഒരു പാലിൻഡ്രോം നമ്പർ അല്ല. അങ്ങോട്ട് വായിച്ചാൽ 100, ഇങ്ങോട്ട് വായിച്ചാൽ 001, അത് 100 വരുന്നില്ല. അപ്പം അത് പാലിൻഡ്രോം അല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് 101, അതൊരു പാലിൻഡ്രോം ആണ്. കാരണം എന്താ? അങ്ങോട്ട് വായിച്ചാലും 101 ആണ്, ഇങ്ങോട്ട് വായിച്ചാലും 101 ആണ്. അതുപോലെ 111, 121, 131, 141, 151, 161, 171, 181, 191, ഇതൊക്കെ തന്നെ പാലിൻഡ്രോം നമ്പേഴ്സ് ആണ് അല്ലേ? അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ ഞങ്ങൾക്കൊന്ന് വായിച്ച് നോക്കിയാൽ മതി, അപ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് 100നും 200നും ഇടയിലുള്ള പാലിൻഡ്രോം നമ്പേഴ്സാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് 100നും 999നും ഇടയിലുള്ള മുഴുവൻ പാലിൻഡ്രോം നമ്പേഴ്സും വേണം. പക്ഷെ അത് ഫുൾ എഴുതി എക്സാമിന് അങ്ങനെ നമുക്കത് ഫുൾ എഴുതി ചെയ്യാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് എത്ര
പാലൻഡ്രോം നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ 100നും 200നും ഇടയിൽ 1 2 3 4 5 6 7 8 9 10 പാലൻഡ്രോം നമ്പേഴ്സാണ് ഉള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ 200നും 300നും ഇടയിലുള്ളതും 10 പാലൻഡ്രോം നമ്പേഴ്സാണ്. 300നും 400നും ഇടയിലുള്ളതും 10 പാലൻഡ്രോം നമ്പേഴ്സാണ്. 400നും 500നും ഇടയിലുള്ളതും 10 പാലൻഡ്രോം നമ്പേഴ്സാണ്. 500നും 600നും ഇടയിലുള്ളതും 10 ഇനി അതുപോലെ 600നും 700നും ഇടയിലുള്ളതും ഓരോ 100 ഡിസ്റ്റൻസിലുള്ളതും 10 പാലൻഡ്രോം നമ്പേഴ്സാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതല്ലാതെ നമുക്ക് എക്സാമിന് ഇതിനിടയിലുള്ള എല്ലാ പാലൻഡ്രോം നമ്പേഴ്സും എഴുതി ടൈം കളയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ 800നും 900നും ഇടയിലുള്ളതും 10. ലാസ്റ്റ് 900നും 1000 വരില്ല. 1000 ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. 999 ലാസ്റ്റത്തെ ഡിജിറ്റ് അല്ലേ. ഈ 999 എന്ന് പറയുന്നത് തന്നെ ഒരു പാലൻഡ്രോമാണ്. അങ്ങോട്ട് വായിച്ചാലും 999, ഇങ്ങോട്ട് വായിച്ചാലും 999. അപ്പം അതിനിടയിലും 10 പാലൻഡ്രോം നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി ആ നമ്പേഴ്സ് ഏതാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് എഴുതി തരാം. പക്ഷെ അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട. ഇത്രമാത്രം ആലോചിച്ച് വെക്കുക. ഓരോ 100 ഡിസ്റ്റൻസിലും 10 പാലൻഡ്രോം നമ്പേഴ്സ് വീതം വരുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് എഴുതി കാണിച്ചു തരാം. അപ്പോൾ ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് എന്നുള്ളത് ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കാം. അല്ലാതെ ആ നമ്പേഴ്സൊക്കെ ബൈഹാർട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രമാത്രം ആലോചിച്ച് വെക്കുക. 3 ഡിജിറ്റ് നമ്പറിൻ്റെ കേസിൽ ഓരോ 100 ഡിസ്റ്റൻസിലും 10 പാലൻഡ്രോം നമ്പേഴ്സ് വീതം വരുന്നുണ്ടുള്ളത്. അപ്പോൾ ഞാൻ ആ പാലൻഡ്രോം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 3 ഡിജിറ്റ് നമ്പറിൻ്റെ കേസിൽ ഓരോ 100 ഡിസ്റ്റൻസിലും 10 പാലൻഡ്രോം നമ്പേഴ്സ് വീതം വരുന്നുണ്ട് എന്നുള്ളത് മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, ഞാൻ ആ ഒരു എണ്ണം മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്നതാണ്. വായിച്ച് നോക്കുക എങ്ങനെയാണ് ആ നമ്പേഴ്സ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ 202 ആണെങ്കിൽ അങ്ങോട്ട് വായിക്കുമ്പോഴും 202, ഇങ്ങോട്ട് വായിക്കുമ്പോഴും 202. അതുപോലെയുള്ള നമ്പേഴ്സാണ് ഞാനിവിടെ മുഴുവൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ച് നോക്കാം. 100നും 999നും ഇടയിലുള്ള പാലൻഡ്രോം നമ്പേഴ്സാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ 100നും 999നും ഇടയിലുള്ള പാലൻഡ്രോം നമ്പേഴ്സ്. അപ്പം 100നും 999നും ഇടയിൽ എന്ന് പറയുമ്പോൾ 100 ഒരു പാലൻഡ്രോം നമ്പർ അല്ല. നമുക്ക് തുടക്കത്തിൽ തന്നെ എടുക്കാം. 100 ഒരു പാലൻഡ്രോം നമ്പർ അല്ല. അങ്ങോട്ട് വായിച്ചാൽ 100, ഇങ്ങോട്ട് വായിച്ചാൽ 001. അത് 100 വരുന്നില്ല. അപ്പം അത് പാലൻഡ്രോം അല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് 101. അതൊരു പാലൻഡ്രോമാണ്. കാരണം എന്താ? അങ്ങോട്ട് വായിച്ചാലും 101, ഇങ്ങോട്ട് വായിച്ചാലും 101. അതുപോലെ 111, 121, 131, 141, 151, 161, 171, 181, 191. ഇതൊക്കെ തന്നെ പാലൻഡ്രോം നമ്പേഴ്സാണ് അല്ലേ. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് 100നും 200നും ഇടയിലുള്ള പാലൻഡ്രോം നമ്പേഴ്സാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് 100നും 999നും ഇടയിലുള്ള മുഴുവൻ പാലൻഡ്രോം നമ്പേഴ്സും വേണം. പക്ഷെ അത് ഫുൾ എഴുതി എക്സാമിന് അങ്ങനെ നമുക്കത് ഫുൾ എഴുതി ചെയ്യാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് എത്ര പാലൻഡ്രോം നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ 100നും 200നും ഇടയിൽ 1 2 3 4 5 6 7 8 9 10 പാലൻഡ്രോം നമ്പേഴ്സാണ് ഉള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ 200നും 300നും ഇടയിലുള്ളതും 10 പാലൻഡ്രോം നമ്പേഴ്സാണ്. 300നും 400നും ഇടയിലുള്ളതും 10 പാലൻഡ്രോം നമ്പേഴ്സാണ്. 400നും 500നും ഇടയിലുള്ളതും 10 പാലൻഡ്രോം നമ്പേഴ്സാണ്. 500നും 600നും ഇടയിലുള്ളതും 10. ഇനി അതുപോലെ 600നും 700നും ഇടയിലുള്ളതും ഓരോ 100 ഡിസ്റ്റൻസിലുള്ളതും 10 പാലൻഡ്രോം നമ്പേഴ്സാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതല്ലാതെ നമുക്ക് എക്സാമിന് ഇതിനിടയിലുള്ള എല്ലാ പാലൻഡ്രോം നമ്പേഴ്സും എഴുതി ടൈം കളയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ 800നും 900നും ഇടയിലുള്ളതും 10. ലാസ്റ്റ് 900നും 1000 വരില്ല. 1000 ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. 999 ലാസ്റ്റത്തെ ഡിജിറ്റ് അല്ലേ. ഈ 999 എന്ന് പറയുന്നത് തന്നെ ഒരു പാലൻഡ്രോമാണ്. അങ്ങോട്ട് വായിച്ചാലും 999, ഇങ്ങോട്ട് വായിച്ചാലും 999. അപ്പം അതിനിടയിലും 10 പാലൻഡ്രോം നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി ആ നമ്പേഴ്സ് ഏതാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് എഴുതി തരാം. പക്ഷെ അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട. അപ്പോൾ ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് എഴുതി കാണിച്ചു തരാം.
അപ്പോൾ ഞാൻ ആ പാലിൻഡ്രോം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 3 ഡിജിറ്റ് നമ്പറിൻ്റെ കേസിൽ ഓരോ 100 ഡിസ്റ്റൻസിലും 10 പാലിൻഡ്രോം നമ്പേഴ്സ് വീതം വരുന്നുണ്ട് എന്നുള്ളത് മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, ഞാൻ ആ ഒരു എണ്ണം മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്നതാണ്. വായിച്ച് നോക്കുക എങ്ങനെയാണ് ആ നമ്പേഴ്സ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ 202 ആണെങ്കിൽ അങ്ങോട്ട് വായിക്കുമ്പോഴും 202 ആണ്, ഇങ്ങോട്ട് വായിക്കുമ്പോഴും 202 ആണ്. അതുപോലെയുള്ള നമ്പേഴ്സാണ് ഞാനിവിടെ മുഴുവൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിപ്പം മനസ്സിലായി ഇത്രയും, അതായത് 100 മുതൽ 999 ഇത്രയും പാലിൻഡ്രോംസ് നമ്പേഴ്സ് വരുന്നുണ്ട്. എത്ര എണ്ണം? 10, 20, 30, 40, 50, 60, 70, 80, 90. അപ്പോൾ 90 പാലിൻഡ്രോം നമ്പേഴ്സാണ് വരുന്നത്. ഓക്കെ, അപ്പം 100 മുതൽ 999 വരെ ടോട്ടൽ 900 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. അതിൽ 90 പാലിൻഡ്രോം നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പാലിൻഡ്രോം ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പാലിൻഡ്രോം ഫ്രം നമ്പേഴ്സ് 100 to 999. ഇതാണ് നമുക്ക് മോഡൽ. 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഇടയിലുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എത്രയായിരുന്നു ആൻസർ കിട്ടിയത്? 90 പാലിൻഡ്രോം നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ 900 3 ഡിജിറ്റ് നമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, 900 3 ഡിജിറ്റ് നമ്പേഴ്സിൽ 90 എണ്ണമാണ് പാലിൻഡ്രോം. അപ്പോൾ ഇതിന് നമുക്ക് 0 കട്ട് ചെയ്യാൻ പറ്റും. അപ്പം 9/90 തരും. ഇതിനെ വേണമെങ്കിൽ 1/10 എന്നും എഴുതാം. നമുക്ക് ഇതിപ്പോൾ ഫ്രാക്ഷൻ ഫോമിലായി. ഇതിനെ ഡെസിമലിലും പെർസെൻറ്റേജിലും എഴുതണം. 1/10 ഡെസിമലിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ 1/10 ചെയ്യുക. അപ്പോൾ 1ൽ 10 പോവില്ല, അപ്പോൾ നമ്മൾ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു കുത്ത് വരും. ഇനി 10ൽ 10 ഒരു തവണ പോകും. അപ്പോൾ 1 10 10 അല്ലേ, ഒരു 10 10 റിമൈൻഡർ 0 വരും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഡെസിമലിൽ 0.1 എന്നുള്ളതാണ്. ഇനി ഇതിനെ നമുക്ക് പെർസെൻറ്റേജിലാക്കണം. പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 0.1 × 100 ചെയ്താൽ മതി. ഡെസിമലുള്ളതിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 10 ആണ്. ഓക്കെ, 10% ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ 3 സബ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടുകളിലായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.